ഒന്നര പതിറ്റാണ്ടോളമായുള്ള നാടിന്റെ കാത്തിരിപ്പിന് വിരാമം. ചെളി നീങ്ങി കല്ലായിപ്പുഴ തടസ്സമില്ലാതെ ഒഴുകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എത്രയോ വർഷങ്ങളായി തട്ടിത്തടഞ്ഞു നീങ്ങിയ കല്ലായിപ്പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാനുള്ള പദ്ധതി തുടങ്ങി. കോതി അഴിമുഖത്തു നിന്നുള്ള ചെളി നീക്കിയാണ് പണി തുടങ്ങിയത്. ആദ്യ ദിനം ഏതാണ്ട് 100 ക്യൂബിക് മീറ്റർ ചെളി നീക്കി. എന്നാൽ തിര കാരണം ഉച്ചയോടെ പണി നിർത്തി. ഡ്രെഡ്ജറും എക്സ്കവേറ്ററും ഉപയോഗിച്ച് നീക്കുന്ന ചെളി ബാർജിൽ കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. പുഴ കടലിൽ ചേരുന്ന കോതി മുതൽ മാങ്കാവ് കടുപ്പിനി വരെയുള്ള 4.2 കിലോമീറ്റർ ദൂരത്തിലാണ് 2.7 മീറ്റർ ആഴത്തിൽ ചെളി നീക്കിയത്. ചെളി 5 കിലോമീറ്റർ ദൂരം വരെ കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. വർഷങ്ങൾക്ക് മുൻപുള്ള സർവേ പ്രകാരം 2.29 ലക്ഷം ക്യൂബിക് മീറ്റർ ചെളിയാണ് നീക്കേണ്ടത്. പുതിയ സർവേ പ്രകാരം 75,000 ക്യൂബിക് മീറ്റർ ചെളി അധികമുണ്ട്. കരാർ പ്രകാരമുള്ള ചെളി മാത്രമാണ് നീക്കുക. 1000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ളതാണ് ബാർജ്. എന്നാൽ ആദ്യ തവണകളിൽ 500 ക്യൂബിക് മീറ്റർ ചെളിയായാൽ കടലിൽ നിക്ഷേപിക്കും. പിന്നീട് പൂർണ്ണ രീതിയിലേക്കാവും. കടലിൽ 7.5 മീറ്ററെങ്കിലും ആഴത്തിലായാൽ മാത്രമേ ചെളി തട്ടാനാവൂ. പാറകളും മറ്റുമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. തിരയുണ്ടെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കി വെള്ളിയാഴ്ച രാവിലെ തന്നെ പണി തുടങ്ങുമെന്ന് ഇറിഗേഷൻ അധികൃതർ അറിയിച്ചു. 2024 ഒക്ടോബർ 22-ന് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. അതിനുശേഷം സർവേ പൂർത്തിയാക്കി. കോർപ്പറേഷന്റെ 12.98 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇറിഗേഷൻ വിഭാഗമാണ് പണി നടത്തുന്നത്. വെസ്റ്റ് കോസ്റ്റ് ഡ്രഡ്ജിംഗ് കമ്പനിയാണ് പുഴയിലെ ചെളി നീക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ മേയർ ബീന ഫിലിപ്പ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ P ഷാജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UK ഗിരീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C അജയൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ PP നിഖൽ, ജോസ്നിയ, ഓവർസിയർ മിഥുൻ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. നഗരത്തിലെ വെള്ളക്കെട്ടിനുള്ള ശാശ്വത പരിഹാരമെന്ന രീതിയിലാണ് കല്ലായിപ്പുഴയിലെ ചെളി നീക്കലിനെ കാണുന്നത്. അതോടെ കല്ലായിലും കനോലി കനാലിലെയും ഒഴുക്ക് സുഗമമാകും. ആദ്യ തവണയാണ് ചെളി നീക്കാൻ ടെൻഡർ വിളിച്ചത്. 2010-ലായിരുന്നു ആദ്യ ടെൻഡർ. അന്ന് ഒരു ഏജൻസി മാത്രമാണ് ടെൻഡറിൽ ഉണ്ടായിരുന്നത്. അതിനാൽ നിരസിക്കപ്പെട്ടു. തുടർന്നും പ്രശ്നങ്ങളുണ്ടായി. 6ാം തവണ ടെൻഡർ വിളിച്ചപ്പോൾ 56.33% അധികം വന്നു. 11.4 കോടിയായിരുന്നു കമ്പനി പറഞ്ഞ തുകയെങ്കിലും മൊത്തം ചെലവ് 12.98 കോടി വേണ്ടിവരുമെന്ന് വ്യക്തമായി. അതിന് സർക്കാർ അംഗീകാരമായതോടെ കോർപ്പറേഷൻ തുക അനുവദിച്ചു. കല്ലായിപ്പുഴയിലെ കയ്യേറ്റം ഉൾപ്പെടെ നീക്കി അതിന്റെ വീണ്ടെടുപ്പിനായി ഏറെക്കാലമായി നടത്തുന്ന ഗ്രാമത്തിന്റെ ഫലമാണിതെന്ന് കല്ലായിപ്പുഴ സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടു. പദ്ധതി പൂർത്തിയായാൽ നഗരത്തിലെ വെള്ളപ്പൊക്ക ദുരിതത്തിന് പരിഹാരമാകുമെന്നും സമിതി ജനറൽ സെക്രട്ടറി ഫൈസൽ പള്ളിക്കണ്ടി, PP ഉമ്മർ കോയ തുടങ്ങിയവർ പറഞ്ഞു.